നമസ്കാരം. വാൽപ്പാറയിൽ കഴിഞ്ഞ ദിവസം പൊലിഞ്ഞ ജീവിതങ്ങൾ അവരുടെ മുന്നിൽ തലകുനിക്കുന്നു. ഈ ലോകത്ത് ആ, ജീവിച്ച് കൊതി തീരാതെ വിനോദയാത്രയ്ക്ക് പോയ സംഘം ഇന്ന് പരലോകത്തേക്ക് ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുക. കുട്ടികളുണ്ട്, വനിതകളുണ്ട്, ഡ്രൈവറുണ്ട്. ഇവരൊക്കെ നമ്മോടൊത്ത് ഇന്ന് ഉണ്ടായിരിക്കേണ്ടവരാണ്. സത്യത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്നുണ്ടോ? എന്റെ അനുഭവത്തിലും എന്റെ ചുറ്റും നടന്നിട്ടുള്ള ചില സംഭവങ്ങളിലും എനിക്ക് ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുണ്ട്. ഇത് നാളെ നമുക്ക് വരാം, പക്ഷെ എങ്ങനെയാണ് ഇത് വരുന്നത് എന്ന് ആരും പറയാറില്ല. ഒരു അപകടം നടക്കുമ്പോൾ ആ അപകടത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഭീകരതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. എന്നിട്ട് പെയിന്റ് മാറ്റാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സംസാരിക്കും. പിന്നീട് അത്തരത്തിൽ അപകടം ഉണ്ടാക്കാതെ ഡ്രൈവ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന നമ്മളും ശ്രദ്ധിക്കാറില്ല, ബന്ധപ്പെട്ട അധികാരികൾ പറയാറുമില്ല, അത് അവർ നടപ്പിലാക്കുന്നുണ്ടെന്ന് അന്വേഷിക്കാറുമില്ല. ഇതാണ് നിലവിലെ സത്യം. രണ്ടു മൂന്ന് സാഹചര്യങ്ങൾ എന്റെ മുന്നിൽ വന്നിട്ടുള്ള രണ്ടു മൂന്ന് സാഹചര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടൂർ പോകുന്നു രണ്ട് ദമ്പതികൾ ഒരു കാറിൽ ടൂർ പോകുക. നല്ല തരക്കേടില്ലാത്ത വേഗതയിൽ തന്നെയാണ് പോകുന്നത്. അന്നത്തെ കാലത്ത് ഒരു 80-70 സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ എല്ലാം റബ്ബറൈസ്ഡ് റോഡല്ല. മൈസൂർ പോയി തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ റോഡിന്റെ എഡ്ജ് നമ്മൾ കേരളത്തിലെ പോലെയല്ല, മറ്റു സാഹചര്യങ്ങളൊന്നും നമുക്കറിയാം. എഡ്ജിൽ ചാടി വണ്ടി നിയന്ത്രണം വിട്ടു. നിയന്ത്രണം അങ്ങോട്ട് ഇങ്ങോട്ട് റോഡ് നിറഞ്ഞോടാണ്, ഇരുഭാഗത്തേക്കും വാഹനങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ ആ ഡ്രൈവർ തന്റെ മനസാന്നിധ്യം വിടാതെ ബ്രേക്ക് ചവിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചെറിയ ഇറക്കമുണ്ട്, കരണം മറിഞ്ഞു പോകും. മറിഞ്ഞ് ബാക്കിയുള്ള വാഹനങ്ങളും കേടുവരും, ഈ വാഹനത്തിലുള്ളവരും ഒരുപക്ഷെ മരണപ്പെടും. അത്ര വലിയ ഒരു ദുരന്തം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് വാഹനം സ്പീഡ് കുറച്ച് നിർത്തി. പിന്നീട് അതിനുശേഷം അദ്ദേഹം ഒരു 40-50 താഴെ സ്പീഡിൽ മാത്രമാണ് വാഹനം ഓടിച്ചു വന്നത്. അതായത് വളരെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ മുമ്പേ വീട്ടിലെത്തിക്കളയാം, 1 മണിക്കൂർ മുമ്പേ വീട്ടിലെത്തിക്കളയാം എന്നുള്ളൊരു മോഹം അന്ന് അദ്ദേഹം ഉപേക്ഷിച്ചതാണ്. അദ്ദേഹത്തിന്റെ ലൈഫിൽ അതായിരുന്നു അവസാനം സംഭവിക്കാനിരുന്ന അപകടവും. പിന്നെ ഇന്ന് വരെ അത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടില്ല. മറ്റൊരു സംഭവത്തിൽ തന്റെ ക്ലിനിക്കിന്റെ മുന്നിൽ നിന്ന് വാഹനം എടുത്തുകൊണ്ട് കാർ എടുത്തുകൊണ്ട് പോകുമ്പോൾ പിന്നീടുള്ള കയറ്റമാണ്, യാതൊരു വിഷയമില്ല, വണ്ടി കയറിപ്പോയി. അതിനുശേഷം ഇറങ്ങുന്ന സമയത്ത് തിരക്കുള്ള റോഡാണ്, ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടുന്നില്ല. അദ്ദേഹം തീരുമാനിച്ചു മുന്നേ ഒരു ലോറി പോകുന്നുണ്ട്, അതിന്റെ ബേക്കിൽ കൊണ്ടുവച്ച് ഇടിച്ച് നിർത്താം. അങ്ങനെ ബ്രേക്ക് ചവിട്ടി, രക്ഷയില്ല. രണ്ടാമത് കാലെടുത്തിട്ട് ഒന്നുകൂടി ചവിട്ടിയപ്പോൾ ബ്രേക്ക് കിട്ടി. അതായത് പമ്പ് ചെയ്ത് ചവിട്ടി കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. അങ്ങനെ വളരെ പെതിയെ അദ്ദേഹം വാഹനം ഓടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത്, ഹാൻഡ് ബ്രേക്ക് റിമൂവ് ചെയ്തിട്ടില്ല. അതായത് ഹാൻഡ് ബ്രേക്ക് കിടന്നിരുന്നത് കൊണ്ട് ചൂടായി നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്, ബ്രേക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. അദ്ദേഹം വണ്ടി സൈഡാക്കി നിർത്തി. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ അവിടെ വിശ്രമിച്ച് അതിനുശേഷം വാഹനം എടുത്ത് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നോർമൽ ഡ്രൈവിംഗ് യാതൊരു വിഷയമില്ലാതെ പോയി. അതായത് ഒരു നിമിഷത്തെ അശ്രദ്ധ. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി ഓടിക്കുന്നു, ഹാൻഡ് ബ്രേക്ക് ഉണ്ട് എന്നറിയാതെ വാഹനം ഓടിച്ചു പോകുന്നു, ബ്രേക്ക് നഷ്ടപ്പെടുന്നു, മറ്റുള്ള വാഹനങ്ങൾക്കിടയിലേക്ക് ഇടിച്ചു കയറുന്നു. അങ്ങനെ ദുരന്തമുണ്ടാകും, അപകടമുണ്ടാകും. മറ്റൊരവസരത്തിൽ എനിക്ക് തന്നെ സംഭവിച്ചതാണ്. ഞാൻ ഗോവയിലേക്ക് പോയി, എന്റെ വിത്ത് ഫാമിലി ഞാൻ പോയി വരുന്ന സമയത്ത്, എന്റെ കാർ കൊണ്ട് പോയി വരുന്ന സമയത്ത് തിരികെ വരുമ്പോഴാണ് പെട്ടെന്ന് വീട്ടിലെത്താം, കിടന്നുറങ്ങാം എന്നൊരു ധാരണയിൽ വണ്ടി ഓടിച്ചു വരികയാണ്. എന്നാൽ തൊട്ടു മുന്നിൽ റോഡ് അവസാനിക്കുന്നതും താഴെ പടുകുഴിയാണ് എന്നതും ഒക്കെ ഒന്നും കണ്ടില്ല. പക്ഷെ ഒരു സെക്കൻഡ് കൊണ്ട് എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് സർവീസ് റോഡിലേക്ക് വാഹനം എത്തി. ഒരു പക്ഷെ ഒരു സെക്കൻഡ് പോലും വേണ്ട, ഒരു സെക്കൻഡിൽ ഒരു 10-1 പോലും പഴിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കില്ലായിരുന്നു. ഏതായാലും അതോടുകൂടി ആക്രാന്തവും അത്യാവശ്യവും ഒക്കെ തൽക്കാലം പോയി. 1 മണിക്കൂർ നേരത്തെ ഇറങ്ങുക അല്ലെങ്കിൽ 2 മണിക്കൂർ നേരത്തെ ഇറങ്ങുക, അതല്ലെന്നുണ്ടെങ്കിൽ സാവകാശം പോകുക എന്നുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് വാഹനം ഓടിക്കുക എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ പോയി. അതായത് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് അതിന്റെ നൂൽപ്പാലത്ത് നിന്ന് തിരിച്ചു പിടിക്കുമ്പോഴുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥ ഞാൻ അറിഞ്ഞത്. എന്റെ ഭാര്യ, എന്റെ മക്കൾ അവരിത് അറിഞ്ഞിട്ടില്ല എന്താ സംഭവം എന്നുള്ളത് എന്റെ മനസ്സിലുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ നല്ല പരിചയസമ്പന്നരായ നല്ല ഡ്രൈവറാണ്, എല്ലാം നമ്മുടെ കൺട്രോളിലാണ് എന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരികയാണെന്നുണ്ടെങ്കിൽ കണ്ണും ചിമ്മാൻ അധികം സമയം വേണ്ട, ഓരോ സെക്കൻഡിനുള്ളിൽ കണ്ണും ചിമ്മും, അതിനുള്ളിൽ അപകടം നടന്നിട്ടുണ്ടാകും. അതായത് ഉറക്കത്തിന്റെ ലാഞ്ചന നമ്മുടെ അയലക്കത്തേക്ക് വന്നു കഴിഞ്ഞാൽ സൈഡ് ഒതുക്കുക, അവിടെ കിടന്ന് ഉറങ്ങുക, എത്ര വലിയ വിഷയം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. അതിൽ നമുക്ക് ദുരനുഭവങ്ങളുണ്ട്. കേരളത്തിലെ ചില പോലീസുകാരിൽ നിന്ന് വളരെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഉറക്കം വന്നപ്പോൾ ഒരു പോലീസ് സ്റ്റേഷന്റെ ഏകദേശ സമീപത്ത് അത്യാവശ്യം വീതിയുള്ള ഒരു സ്ഥലത്ത് റോഡിൽ നിന്ന് മാറി വാഹനം ഒതുക്കിയിട്ട് സീറ്റ് ചാരിയിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തട്ടി വിളിച്ചിട്ട് എടുത്തോണ്ട് പോടാ മറ്റേ മോനെ എന്ന് പറഞ്ഞ് പോലീസുകാരുള്ള നാടാണിത്. തിരിച്ച് നന്നായിട്ട് ചൂടായി. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞപ്പോ അയാൾ വിട്ടുപോയി, കുറെ തെറിയും വിളിച്ചിട്ട്. ഉള്ളിൽ കുറച്ച് കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്,
ഡ്രൈവ് ചെയ്ത് വരുന്ന ആളിന് ഉറക്കം വന്നപ്പോ മാറ്റി നിർത്തി ഉറങ്ങുകയാണ് എന്നതൊന്നും പരിഗണിക്കാതെ അയാളെ തിണ്ടുമുടുക്ക് കാണിക്കുന്നത്. അങ്ങനെയുള്ള വിവരം കേട്ട ചില പോലീസുകാർ ഇവിടെ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവൻ നമ്മുടെ ഭാഗത്താണ്, നമ്മൾ നോക്കിയേ പറ്റൂ. പിന്നെ ഒരു അശ്രദ്ധ. ഞാൻ കണ്ടിട്ടുള്ള അപകടങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള മടി, അല്ലെങ്കിൽ എന്തോ തങ്ങൾ ഇത് വലിയ ആളാണ് എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ വണ്ടിയിലുള്ള ഒരു ഓവർ കോൺഫിഡൻസ്. ഒരിക്കലും അത് പാടില്ല. അതായത് കയറ്റം കയറുന്ന ഒരു ഫസ്റ്റ് ഗിയർ ഇട്ടാണ് കയറുന്നുണ്ടെങ്കിൽ തിരിച്ച് അതേ ഫസ്റ്റ് ഗിയറിൽ ഇറങ്ങി വരാൻ നമുക്കറിയില്ല. നമ്മൾ ചിലപ്പോൾ ടോപ്പ് ഗിയറിൽ ബ്രേക്ക് ചവിട്ടി ഇറങ്ങി വരും. കുറച്ച് കഴിയുമ്പോൾ വണ്ടിയുടെ കൺട്രോൾ പോകും. കൺട്രോൾ പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. എനിക്ക് തോന്നുന്നത് വാൽപ്പാറയിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാകും. ഡ്രൈവിംഗ് അശ്രദ്ധയല്ലാതെ മറ്റൊന്നും വരില്ല. ഒരു നിമിഷം മതി നിയന്ത്രണം വിടാൻ. പക്ഷെ അത്തരത്തിൽ നിയന്ത്രണം വിടുമ്പോൾ അതിനുള്ളിലിരിക്കുന്ന ജീവനും സ്വന്തം ജീവനും നഷ്ടപ്പെടും എന്നുള്ളൊരു ബോധമുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു അടിസ്ഥാന ഒരു ബോധമുണ്ടല്ലോ, ആ ബോധത്തിൽ വാഹനം ഓടിക്കാൻ നമുക്ക് സാധിക്കും. എന്റെ അനുഭവത്തിലുള്ള 3 കേസുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്. ഇരുമ്പിന് ജീവൻ വെപ്പിച്ചുകൊണ്ട് ഓടുന്ന ഒരു ഓട്ടമാണ്. ആ ഓട്ടത്തിൽ നമ്മുടെ അഹങ്കാരം എടുത്ത് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ജീവനും കൂടി നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ വാൽപ്പാറയിൽ സംഭവിച്ചത് വലിയൊരു ദുരന്തമാണ്. അവരുടെ കുടുംബാംഗത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ അശ്രദ്ധ കൂടി കൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ജീവനും അതിൽ പോകുന്നുണ്ട്, കാര്യമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അപ്പോഴും നമുക്ക് ആ യാത്രയെ കുറ്റം പറയാതിരിക്കാൻ പറ്റും. പറയും, ഇത്ര ആൾക്കാർ മരിച്ചിട്ട് വീണ്ടും നീ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേടാന്ന്. പക്ഷെ ഇനിയും അത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാതിരിക്കാൻ ഇത് പറയേണ്ട സമയത്ത് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. Different angles. Don't forget to subscribe and support this channel.